ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: പാല് വേണം, ഓയിൽ വേണം, വെനില എസൻസ് വേണം, ഇത് മൈദപ്പൊടി, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് തരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൽ ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി നമുക്ക് ഈ പാലും ഓയിലും വെനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യണം. ഒരു മിനിറ്റ് ബീറ്റ് ചെയ്ത് ഓയിൽ ഇട്ട് കാണിച്ച് തരാം കേട്ടോ. ബീറ്റ് ചെയ്തിട്ട് അത് ഞാൻ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ കേക്ക് ബാറ്റർ കേക്കിന് ഉണ്ടാക്കുന്ന ഈ പാത്രത്തിലേക്ക് ഒഴിക്കണം. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാറ്റർ ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി കൊട്ടി അതിൻ്റെ ഇതിലുള്ള എയർ ഇതൊക്കെ ഉണ്ടായിരുന്നൊക്കെ കളഞ്ഞ് നന്നായിട്ട് കൊട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്, സ്റ്റീം ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കുക്കറോ ഇഡ്ഡലി പാത്രമോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കുഴിയുള്ള ഏത് പാത്രത്തിൽ വെച്ചിട്ടും നമുക്ക് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് കുക്കറുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ ഈ ബേസ് പാത്രം കൊള്ളണില്ല. അതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. കുക്കറിൽ വെക്കുന്നത് കാണിച്ചു തരണം. ഓക്കെ, കുക്കറിൽ വെള്ളം വയ്ക്കുക. അതിൻ്റെ അടിയിൽ ഒരു റിങ് പോലത്തെ ഇട്ടിട്ട് ഈ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ചിട്ട് ഇതുപോലെ കുക്കറിൻ്റെ അടപ്പേറ്റ് മൂടി വയ്ക്കുക. വിസിലിടാൻ പാടില്ല. ഒരു 10-20 മിനിറ്റ് വരെ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇത് തീ വയ്ക്കുക. പിന്നെ ഉള്ള 10 മിനിറ്റ് 20 മിനിറ്റോ സ്ലോലി വയ്ക്കണം. ലോ ഫ്ലെയിമിൽ വയ്ക്കണം കേട്ടോ. ഇത് വെന്തോന്ന് നമുക്ക് നോക്കാം കേട്ടോ. നേരത്തെ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് നല്ല ഹൈയിൽ തീ കൂട്ടി വെച്ച് പിന്നെ 20 മിനിറ്റ് കുറച്ച് വെച്ച് തീ. ഇപ്പോൾ മൊത്തം 25 മിനിറ്റ് നന്നായിട്ട് വെന്ത് ഇതായിട്ട് ഇത് പുറത്തേക്ക് എടുത്ത് തണുപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റുള്ള കേക്കാണ്. ഇനി ഇതിൽ കയ്യിൻ്റെ മുകളിൽ നല്ല സോഫ്റ്റാണ്. കേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. 2 ലെയറാണ്. അതിലത്തെ ഒരു ലെയർ ഞാൻ കേക്കിൻ്റെ ട്രേയിൽ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കണം. ഈ കോർക്കേറ്റ് കുത്തി അതിലേക്ക് എല്ലാത്തും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ പഴമാണ് ഉപയോഗിക്കുന്നത്. പഴം വെച്ചിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. പഴം ആണ് ഫില്ലിങ്ങിന് വെക്കുന്നത്. പിന്നെ ചെറി, പിന്നെ ചോക്ലേറ്റ്, പിന്നെ വിപ്പിംഗ് ക്രീം ഞാനിവിടെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷുഗർ സിറപ്പ് എങ്ങനെയാണെന്ന് ഒഴിക്കാമെന്ന് കാണിച്ചു തരാം. ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിപ്പോണം. നല്ല ആവണം. കുറച്ച് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട്. ഇവിടെ കേക്കിൻ്റെ പൊടിയെല്ലാം ഇങ്ങനെ ഒരു ഇട്ട പോലെയുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇത്രയ്ക്ക് നല്ല സോഫ്റ്റാണ് കേക്ക്.
ഇതിലേക്ക് വിപ്പിംഗ് ക്രീം തേക്കണം. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് കാണിച്ചു തരാം. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ തേച്ച് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് തേച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വിപ്പിംഗ് ക്രീം തേച്ചിട്ടുണ്ട് ഒരു ലെയറിൻ്റെ മീതെ. ഇനി നമുക്ക് പഴം വെച്ച് ഇത് കവർ ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് പഴം വയ്ക്കണം. ഇങ്ങനെയാണ് വെച്ച് പഴം വെച്ചിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ഒരു നെയ്ബറിന് ഉണ്ടാക്കി കൊടുത്ത് ഒരു നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവരിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ചാനലിലും യൂട്യൂബിലും ഇതൊന്ന് ഇട്ട് നോക്കാം, വെറൈറ്റി ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇട്ട്. അപ്പം ഇങ്ങനെ പഴം ഫുള്ളും വെച്ച് ഫുള്ളൊന്നുമില്ല, കുറച്ച് പഴം എടുത്തിട്ട് ഇങ്ങനെ ഇട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ മീതെ ഇടുന്നത് ചെറുപ്പില്ലേ, അതിൻ്റെ പകരം പഴവും ചോക്ലേറ്റും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇനി അടുത്ത ലെയർ കേക്ക് ഇതിൻ്റെ മീതെ വെച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ ലെയറിൽ ഞാൻ ഇങ്ങനെ ഇട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഇത് ഫുൾ സെറ്റാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. സ്റ്റീംഡ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് സൂപ്പറായിട്ടില്ലേ? എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.